ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം, കോണ്ടന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. മറ്റേ സിനിമ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ, വേറൊരു ക്യാരക്ടറാണ്. ഡിജിറ്റൽ പ്രസൻസിന് നിങ്ങൾക്കൊരു പ്രഷർ വരാറുണ്ടോ? വീണ്ടും അതിൽ പ്രസന്റബിൾ ആവണം? അതായത് അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ മാത്രമായിരുന്നു. ഇത്രയും കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരില്ല, ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, ആരും ഇല്ല. ആകെ ഒരു 4 പേര് ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. ബാക്കി ഫസ്റ്റ് ഓഡീഷനൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്നു, വിറയ്ക്കുന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നു, ഡയലോഗ് അടിക്കുന്നു, പോരുന്നു. ഇതാണ് ഫസ്റ്റ് ഓഡീഷൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. പേടിയായിരുന്നു മെയിൻ. ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കിട്ടൂല, അപ്പോൾ അത് പാളാറുണ്ട് മിക്കവാറും. അതെന്നെ കൊണ്ട് പറ്റൂല. ഉണ്ണിച്ചേട്ടാ, വെൽക്കം ടു അവർ ഷോ. യെസ്, താങ്ക് യു. ചേട്ടൻ ഈ കോണ്ടന്റ് ക്രിയേഷനിൽ എത്തിയിട്ട് എത്ര കാലമായി? ഈ ആക്ടിങ് കരിയർ ചൂസ് ചെയ്തിട്ട്? കരിയർ ചൂസ് ചെയ്തിട്ട് ഓൾമോസ്റ്റ് ഒരു 15 വർഷത്തിന്. 15 വർഷം. ഈ 15 വർഷവും നമുക്ക് ഈ ഒരു ഫീൽഡിൽ തന്നെ നിൽക്കണം, ആക്ടിങ്. ഇപ്പൊ സിനിമയിൽ വന്നിട്ട് അറൌണ്ട് 5 to 6 years. അപ്പം ഈ 15 വർഷവും നമ്മൾ കൺസിസ്റ്റന്റ് ആയി നിൽക്കണം, ഈ ആക്ടിങ് തന്നെ പെർസ്യൂ ചെയ്യുന്നുണ്ടെങ്കിൽ അതിന് ഡ്രിവൻ ഫോഴ്സ് വേണമല്ലോ. എന്തായിരിക്കും അങ്ങനെ ഒരു ഡ്രിവൻ ഫോഴ്സ്? പ്രത്യേകിച്ച് ഫോഴ്സ് ഒന്നുമില്ല, നമുക്ക് ആഗ്രഹമുണ്ട്, ഇഷ്ടമാണ്. ഇപ്പം നമ്മുടെ ചെറുപ്പം മുതലേ നമുക്ക് സിനിമയിൽ അഭിനയിക്കുന്നതാണ് നമ്മുടെ ഒരു ആഗ്രഹം. അപ്പം ആ ഫോഴ്സ്, ആഗ്രഹം ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് എന്നെ ഓരോ സ്റ്റെപ്സ് മുമ്പോട്ട് പോകുമ്പോഴും സിനിമ ചെയ്യാനാണെങ്കിലും ഇന്ന് സിനിമയാണ് എന്നുള്ള ആഗ്രഹത്തോണ്ടാണ് നമ്മൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരുന്നത്. അത്രയുള്ളൂ. അപ്പൊ സിനിമ തന്നെയാണ് അൾട്ടിമേറ്റ് എയിം എന്ന് പറയുന്നത്? ഉറപ്പായിട്ടും. പിന്നല്ലാതെ. അപ്പോ ഈ സ്വന്തം കോണ്ടന്റ്സ് മീൻസ് റൈറ്റ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക, അതിനെ ഡയറക്റ്റ് ചെയ്യുക, സ്വന്തം പെർസ്പെക്റ്റീവിൽ അഭിനയിക്കുക, അതിൽ നിന്നും സിനിമയിൽ വേറൊരാളുടെ ഒരു കൺട്രോൾ അഭിനയിക്കുന്നത് തമ്മിലുള്ള ഡിഫറൻസ് എന്താ? ഭയങ്കര വ്യത്യാസമുണ്ട്. കാരണം വെച്ചാൽ നമ്മൾ സിനിമ ഷോർട്ട് ഫിലിംസും അതായത് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്ന സമയത്താണെങ്കിലും നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാം, ഇഷ്ടമുള്ള രീതിയിൽ നമുക്ക് ചൂസ് ചെയ്യാം, കോണ്ടന്റ്സ് നമുക്ക് ഇഷ്ടമുള്ള ചെയ്യാം. മറ്റേ സിനിമ എന്ന് പറയുന്നത് ഒരു ക്യാരക്ടർ, വേറൊരു ക്യാരക്ടറാണ്. ആ ക്യാരക്ടർ ട്രാവൽ ചെയ്യും, ആ ഒരു ക്യാരക്ടറായിട്ട് നമ്മൾ ചെയ്യണം. ഇപ്പം ഇവിടെ നമുക്ക് എന്തൊക്കെ പറഞ്ഞാലും ഇവിടെ ഒരു ഉണ്ണിലാലും ഉണ്ടാവും. ഇവിടെ നമ്മൾ ഷോർട്ട് വീഡിയോ ചെയ്യുമ്പോൾ ഒരു ഉണ്ണിലാലും ഉണ്ട്, ഉണ്ണിലാലുമാണ് ചെയ്യുന്നത്. പക്ഷെ അവിടെ നിന്ന് ആ ക്യാരക്ടർ മൊത്തത്തിൽ മാറി വേറൊരു ക്യാരക്ടറായിട്ട് അഭിനയിക്കണം. അപ്പം ഞാൻ ചെയ്ത സിനിമകളെല്ലാം വ്യത്യസ്തമായ ക്യാരക്ടേഴ്സാണ് ഞാൻ ചെയ്തത്, ഒന്നിനും ഒരേ ക്യാരക്ടർ ചെയ്തിട്ടില്ല. പക്ഷെ എൻ്റെ ഷോർട്ട് ഫിലിംസും ഷോർട്ട് വീഡിയോസും എല്ലാം ഞാൻ തന്നെയാണ്. അപ്പം അതാണ് സിനിമയിൽ നമ്മളൊരു വ്യത്യാസം. അപ്പൊ ഈ സോഷ്യൽ മീഡിയ എന്ന് വന്ന ഒരു ആക്ടർ ആയതുകൊണ്ട് തന്നെ ഈ സിനിമ അഭിനയം ബിഗ് സ്ക്രീനിൽ കണ്ടതിന് ശേഷം ഈ സോഷ്യൽ മീഡിയയിലുള്ള ഒരു പ്രസൻസ്, ഡിജിറ്റൽ പ്രസൻസിന് നിങ്ങൾക്കൊരു പ്രഷർ വരാറുണ്ടോ? വീണ്ടും അതിൽ പ്രസന്റബിൾ ആവണം? അതായത് അങ്ങനെ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഉണ്ട്. കാരണം വെച്ചാൽ ഇപ്പോഴത്തെ സെനാരിയോയിൽ, ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷൻ നോക്കുകയാണെങ്കിൽ ഇപ്പം ആദ്യം നമ്മൾ ഭയങ്കര ഇപ്പം ഒരു മൊമെന്റ്, ഒരു സമയത്ത് നമ്മൾ മാത്രമായിരുന്നു സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് എന്ന് പറഞ്ഞാൽ ആകെ നമ്മളായിരുന്നു. നമ്മൾ എവിടെ നോക്കിയാലും നമ്മൾ മാത്രമായിരുന്നു. ഇത്രയും കോണ്ടന്റ് ചെയ്യുന്ന ആൾക്കാരില്ല, ഇത്രയും ഇൻഫ്ലുവൻസേഴ്സ് ഇല്ല, ആരും ഇല്ല. ആകെ ഒരു 4 പേര് ഞങ്ങൾ മാത്രം ഉണ്ടായിരുന്നു. ആ സമയത്ത് അത് പ്രശ്നമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നോക്കുമ്പം എനിക്കിപ്പം നമ്മൾ ഇപ്പം ഒരു സിനിമയിലെ ആളുകളെ ചൂസ് ചെയ്യുന്നത് വരെ ഇൻഫ്ലുവൻസേഴ്സിന്റെ ഫോളോവേഴ്സ് നോക്കിയിട്ടാണ്. അങ്ങനെ ഒരു ചേഞ്ച് വന്നു. അപ്പം അതൊരു ചേഞ്ച് തന്നെയാണ്. കാരണം വെച്ചാൽ ഇപ്പം പടം ഒരു പടം പ്രൊമോട്ട് ചെയ്യാനാണെങ്കിലും ഒരു സപ്പോർട്ട് കിട്ടും. ഇപ്പോൾ ഒരു ആക്ടറിൽ കൊണ്ടിട്ട് കഴിഞ്ഞാൽ ആ പടം പ്രൊമോട്ട് ചെയ്യാനുള്ള സപ്പോർട്ട് കിട്ടും. അപ്പം അതും ഒരു ഫാക്ടറായിട്ട് ഇപ്പോഴത്തെ ഒരു സെനാരിയോയിൽ മാറിയിട്ടുണ്ട്. അപ്പം നമ്മളിപ്പം അങ്ങനത്തെ ഇപ്പം സിനിമ ചെയ്ത പ്രശ്നം, ഇപ്പം നമ്മളിപ്പം ഈ ഷോർട്ട് വീഡിയോസ് വന്നുള്ള ഞാൻ, അപ്പം നമ്മളിപ്പോൾ കുറച്ച് സിനിമകളൊക്കെ ചെയ്തു. വീണ്ടും നമുക്ക് താഴോട്ട് വീണ്ടും നമ്മൾ ഷോർട്ട് വീഡിയോസ് ചെയ്യുമ്പം അതൊരു വീണ്ടും നമ്മൾ ഡിപ്പാവോ എന്നുള്ളൊരു പ്രഷർ നമുക്കുണ്ടാവും. അതുകൊണ്ട് തന്നെ ഇതൊരു പ്രശ്നമാണ് ശരിക്കും പറഞ്ഞാൽ. അങ്ങനെ നിൽക്കും. ഈ കോണ്ടന്റ് ക്രിയേഷനിലൂടെ പിന്നെ ബിഗ് സ്ക്രീൻ, അപ്പം ഈ ഫസ്റ്റ് ഓഡീഷൻ എക്സ്പീരിയൻസ് എങ്ങനെയായിരുന്നു? അല്ലെങ്കിൽ എങ്ങനെ ഈ സിനിമയിലേക്ക് ഫസ്റ്റ് ചാൻസ് എങ്ങനെയാ കിട്ടിയത്? അല്ല, ഫസ്റ്റ് ഓഡീഷൻ എന്ന് പറയുന്നത് അന്ന് ചാൻസ് ഒന്നും കിട്ടിയില്ല, എല്ലാം പൊട്ടും. അത് നമ്മൾ ഫസ്റ്റ് ഓഡീഷനൊക്കെ പോകുമ്പോൾ നമുക്ക് ബേസിക്കലി നമുക്ക് ഓഡീഷൻ എങ്ങനെയാണ് അറ്റൻഡ് ചെയ്യാന്ന് അറിയില്ല. ഇപ്പോഴും എനിക്കറിയില്ല. ഇപ്പോഴും എനിക്ക് ഓഡീഷൻ അറ്റൻഡ് ചെയ്യാന്ന് പറഞ്ഞാൽ പറയും. ഓഡീഷൻ എനിക്ക് ചെയ്യാൻ പറ്റില്ല. എനിക്ക് മേ ബി എൻ്റെ ഫോൾട്ടായിരിക്കും കേട്ടോ. പക്ഷെ എനിക്ക് ഓഡീഷൻ വർക്കല്ല, എനിക്ക് പൊട്ടുന്ന ഉറപ്പാണ്. അത് ഇപ്പൊ ഫ്രീഡം ഫൈറ്റ് ആണെങ്കിലും ഓഡീഷൻ ചെയ്ത് നോക്കിയായിരുന്നു, വർക്കല്ല. ഓഡീഷനിൽ വർക്കല്ല. അപ്പം ഞാൻ ജിതിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞപ്പോൾ എനിക്ക് ഓഡീഷനെ കുറച്ച് പ്രശ്നമുണ്ട്, പക്ഷെ എനിക്ക് കോൺഫിഡൻസ് ഉണ്ട് ഇത് തന്നെ ഞാൻ ചെയ്യുന്നുള്ളത്. അങ്ങനെയാണ് ഫസ്റ്റ് ഫ്രീഡം ഫൈറ്റിലേക്ക് വരുന്നത്. ബാക്കി ഫസ്റ്റ് ഓഡീഷനൊക്കെ പറഞ്ഞാൽ നമ്മൾ പേടിക്കുന്നു, വിറയ്ക്കുന്നു, എന്തെങ്കിലുമൊക്കെ പറയുന്നു, ഡയലോഗ് അടിക്കുന്നു, പോരുന്നു. ഇതാണ് ഫസ്റ്റ് ഓഡീഷൻ്റെ എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ. പേടിയായിരുന്നു മെയിൻ. പക്ഷെ ഓൾറെഡി നമ്മൾ ഈ വീഡിയോസ് ഒക്കെ ചെയ്യുന്ന ആളാണ്, ഷോർട്ട് ഫിലിംസ് ഒക്കെ ചെയ്ത ആളാണ്. പക്ഷെ എന്നാലും ഈ ഓഡീഷൻ അത് ഇങ്ങനെ പറയാൻ ചിലപ്പം നമ്മൾ വീഡിയോ ചെയ്യുകയാണെങ്കിലും ഷോർട്ട് ഫിലിംസ് ചെയ്യുകയാണെങ്കിലും വീഡിയോ ചെയ്യുകയാണെങ്കിലും ഒക്കെ നമുക്കൊരു കംഫർട്ട് സോണിലല്ലേ നമ്മൾ ചെയ്യുക. പിന്നെ നമ്മൾ തന്നെ ഉണ്ടാക്കി ക്രിയേറ്റ് ചെയ്ത് നമ്മളെ കണ്ടന്റ്സ് ആണ് നമ്മൾ. പക്ഷെ അപ്പം നമുക്ക് നമ്മളെ അറ്റ്മോസ്ഫിയറും നമ്മൾക്ക് ഇഷ്ടമുള്ള അറ്റ്മോസ്ഫിയറാണ്, എല്ലാം സെറ്റായത്. അപ്പം അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്കത് ചെയ്യാം. പക്ഷെ നമ്മളൊരു ഓഡീഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഇതേപോലെ പോയിട്ട് നമുക്ക് ഈ ക്യാരക്ടറിനെ പറ്റി അറിയില്ല, നമുക്കിത് എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല.
പെട്ടെന്ന് പോയിട്ടൊരു സാധനം പറയുമ്പോൾ അത് നമുക്ക് ചിലപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന സാധനം നമുക്ക് കിട്ടൂല. അപ്പൊ അത് പാളാറുണ്ട് മിക്കവാറും. പക്ഷെ ഇപ്പൊ ഓഡീഷൻസ് കുറെ മാറി, ഇപ്പൊ കുറെ ചേഞ്ച് ആയി. ഇപ്പം ഓഡീഷൻസ് എനിക്ക് ആദ്യമേ നമ്മുടെ സ്ക്രിപ്റ്റ് വരും, എന്നിട്ട് നമ്മൾ ക്യാരക്ടർ പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റും ക്യാരക്ടർ അറിഞ്ഞിട്ട്. അല്ലാതെ പെട്ടെന്ന് സ്പോട്ടിൽ പോയിട്ട് ഇന്ന പരിപാടി ചെയ്യാന്ന് പറയുമ്പോൾ അത് എന്നെ കൊണ്ട് പറ്റൂല. അപ്പൊ ഈ റിജക്ഷൻസ്, അതായത് ഈ 15 വർഷം നമ്മൾ ഈ ആക്ടിങ്ങിന് വേണ്ടി ജീവിച്ചിട്ട് ഇങ്ങനെ റിജക്ഷൻസ് ഒക്കെ കിട്ടുമ്പോൾ അത് മെന്റലി അഫക്ട് ചെയ്യാറുണ്ടോ? റിജക്ഷൻസ് ആദ്യം ഭയങ്കരമായിട്ട് നമുക്കത് അഫക്റ്റ് ചെയ്യുന്നു. പിന്നെ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇതാണെന്ന് മനസ്സിലാക്കിയപ്പോൾ വലിയ എഫക്ഷൻ ഒന്നുമില്ല. അടുത്ത പഠിക്കാൻ ആ ഒരു ഫ്ലോയിൽ നമ്മൾ മാറും. ആദ്യമൊക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും ഒരു പരിപാടി റിജക്ഷൻ ആകുമ്പോൾ. ഇപ്പം എനിക്ക് അത്ര വലിയ പ്രശ്നമില്ല. ഇപ്പം നമുക്ക് ചില സമയത്ത് ചില സിനിമകൾ ചെയ്യാൻ പറ്റാതാകുമ്പോൾ നമുക്കൊരു ബുദ്ധിമുട്ടുണ്ടാവും. പക്ഷെ അതൊക്കെ ഗ്രാജുവലി മാറി തുടങ്ങി. അങ്ങനെ വലിയൊരു പ്രശ്നങ്ങൾ ഇല്ലാതായി. അത് മാറും. നമുക്ക് കുറേ റിജക്ഷൻസ് കിട്ടുമ്പോഴാണ് നമുക്ക് പിന്നെ ഇതൊന്നും വലിയ പ്രശ്നം ഉണ്ടാവില്ല. ആദ്യം നമുക്ക് വലിയ പ്രശ്നം ഉണ്ടാവും. പിന്നെ നമുക്കതൊക്കെ നോർമലായിട്ട് നമ്മൾ എല്ലാവരും, ഞാനെന്നല്ല എല്ലാവരും അങ്ങനെയൊക്കെ തന്നെയാണ് ഇപ്പോൾ എടുക്കണേ. ഈ റിജക്ഷൻസ് കിട്ടി എന്ന് വിചാരിച്ചിട്ട് കിട്ടാത്ത പോയ സിനിമകൾ അറ്റ് ലാസ്റ്റ് മൊമെന്റിലൊക്കെ? പിന്നെ ഒരുപാട് സിനിമ ഉണ്ട്. അതായത് ഏറ്റവും വലിയ പ്രശ്നം എന്ന് വെച്ചാൽ നമ്മളിപ്പോൾ ചില സിനിമകൾ നമ്മൾ കിട്ടുമല്ലോ, കിട്ടുന്ന സമയത്ത് നമ്മൾ കൂട്ടുകാരെടുത്തോ നമ്മുടെ നാട്ടുകാരെടുത്തോ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ പറയും മെയിൻ പരിപാടി ഇതാ. അപ്പോൾ എനിക്ക് റീസെൻ്റ് ഒരു വലിയൊരു പടമാണ്. അപ്പം വേറെ ലാംഗ്വേജാണ് പടം. അപ്പം പടം വന്നു, കിട്ടി, സെറ്റ്, ഞാൻ സെലക്ട് ആവുന്നു. ഞാൻ സെലക്ട് ആയപ്പോൾ ഫൈനലായി പിന്നെ എല്ലാവരും പറയാമല്ലോ. അപ്പം ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തും ഇപ്പം അറിയുന്ന കുറച്ച് സിനിമക്കാരുടെ അടുത്തൊക്കെ ഞാൻ അതൊക്കെ പോയി പറഞ്ഞു. ഫൈനലി ലാസ്റ്റ് സിനിമ കൊണ്ട് 2 ദിവസം മുമ്പ് നമ്മളെ മാറ്റി. അപ്പം അതാലോചിച്ച് വിഷമിച്ചിട്ട് കാര്യമില്ല. ഇപ്പം ഈ പറഞ്ഞ ആൾക്കാരോട് പോയി അത്രയേ പറയാൻ പറ്റുള്ളൂ, വേറെ അപ്പുറത്ത് പറയാൻ പറ്റില്ല. അപ്പം അതങ്ങനെയാണ് സിനിമ എന്ന് പറഞ്ഞാൽ. നമുക്ക് ചിലപ്പോൾ അങ്ങനെയാണ്, കിട്ടും കിട്ടാതിരിക്കാം. പക്ഷേ പറഞ്ഞ മാതിരി ഒരു ഓപ്പർച്യൂണിറ്റി മിസ്സായ അതിൻ്റെ അപ്പുറത്ത് വേറെ ഓപ്പർച്യൂണിറ്റി നമുക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ടാവും. നമ്മൾ ആ സമയത്ത് ഹാർഡ് വർക്ക് ചെയ്യുക. നമ്മളിത് തകർന്നു എന്ന് വിചാരിച്ചിട്ട് നമ്മൾ അയ്യോ ഇനി വേറെ ഒന്നും കിട്ടില്ലല്ലോ വിചാരിച്ചിരിക്കാതെ അത് അടുത്ത പണി നോക്കിയാൽ നടക്കും. അപ്പോൾ ഈ കരിയറിലെ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഫീൽ ചെയ്ത മൊമെന്റ് എന്തായിരുന്നു? ആ ഒരു ടേണിംഗ് പോയിന്റ് ആയിട്ട് ഇപ്പം സിനിമ വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ടേണിംഗ് പോയിന്റ് ഫ്രീഡം ഫൈറ്റ് എന്ന പടമാണ്. അതിനുശേഷം ടേണിംഗ് പോയിന്റ് അത് രേഖാചിത്രമാണ്. ഈ 2 ടേണിംഗ് പോയിന്റ്സ് എനിക്കുണ്ട്. കാരണം ആദ്യം ഫ്രീഡം ഫൈറ്റ് ചെയ്ത സമയത്ത് പടം വന്നു, ശ്രദ്ധിക്കപ്പെടുന്നു, നമ്മൾ വിചാരിക്കുന്ന ആളുകൾ നമ്മളെ സെറ്റായി, നമ്മളെ സിനിമയിലെത്തി, വലിയ അനക്കമൊന്നുമില്ല. ദെൻ രേഖ ഇറങ്ങുന്നു, രേഖയും അത്യാവശ്യം ആളുകൾ സംസാരിക്കുന്നു. ദെൻ നമുക്ക് പിന്നെ പടങ്ങൾ കിട്ടുന്നില്ല. ഈ രേഖയും ഫ്രീഡം ഫൈറ്റ് 2 സെയിം ഡയറക്ടർ പടമാണ്. അപ്പം നമുക്ക് അത് ഓക്കെയാണ്. പക്ഷേ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മളൊരു അടുത്തൊരു സെഗ്മെന്റിലേക്ക് നമ്മൾ പോകണില്ല. അങ്ങനെ ഒരു ടേണിംഗ് പോയിന്റ് പിന്നെ, അതായത് ഇവിടെ ഒന്നും സംഭവിച്ചു പക്ഷേ വർക്കായില്ല. പിന്നെ നമുക്ക് രേഖാചിത്രം ഇറങ്ങിയപ്പോൾ വീണ്ടും അവിടെ നെക്സ്റ്റ് ടേണിംഗ് പോയിന്റ് വന്നു. അപ്പോൾ 2 ടേണിംഗ് പോയിന്റ്സ് ആണ് എൻ്റെ ലൈഫിലുള്ളത്. അപ്പം അതാണ് 2. സോ കമ്മിങ് ഓൺ ടു രേഖ എന്ന് പറയുമ്പോൾ നമ്മൾ അതായത് പ്രത്യേകിച്ച് പെൺകുട്ടികൾ കണ്ട ഉണ്ണിലാലും അല്ല. ഇല്ല, ഞാൻ ഷോർട്ട് ഫിലിമിൽ കണ്ടിട്ടുണ്ട്. അല്ല, ഷോർട്ട് ഫിലിംസ് നമ്മൾ കാണുമ്പോൾ ഉണ്ണിലാലു എന്ന് പറയുമ്പോൾ ഭയങ്കര റൊമാൻറ്റിക്. ഇതെല്ലാം ലൈഫിൽ നിന്ന് ഒപ്പിയെടുത്തതാ? കുറച്ചൊക്കെ. അല്ല, നമ്മള് നമുക്ക് അഭിനയിക്കുമ്പോൾ എനിക്ക് കുറച്ച് റൊമാൻസ് കുറച്ചും കൂടി സിമ്പിളാണ്. നമ്മൾ കുറെ പ്രേമിച്ചിട്ടുണ്ടല്ലോ. അപ്പൊ നമുക്ക് ഉറപ്പായിട്ട് നമുക്ക് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ പിടിക്കാൻ പറ്റുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പൊ എങ്ങനെ രേഖയിലേക്ക് വന്നെത്തിയ? അല്ല, രേഖയിലേക്ക് ഫ്രീഡം ഫൈറ്റ് ചെയ്യുന്നു. ഫ്രീഡം ഫൈറ്റ് നല്ലൊരു അഭിപ്രായങ്ങളൊക്കെ വരുന്നു. അപ്പം ജിതിനാണ് ഫ്രീഡം ഫൈറ്റ് ചെയ്തത്. അപ്പോൾ ജിതിൻ്റെ അടുത്ത സബ്ജക്റ്റ് രേഖ വരുന്നു. അപ്പോൾ നമ്മളിങ്ങനെ കുറേ ആൾക്കാരൊക്കെ ഇങ്ങനെ പ്ലാൻ ചെയ്യുന്നു, നാളെ ചെയ്യുന്ന പ്ലാൻ ചെയ്യുന്നു. ഫൈനലി ജിതിൻ തന്നെ പറയണു നീ ചെയ്താൽ മതി എന്ന് പറയണു. അങ്ങനെ പെട്ടെന്നാണ് ഞാനതിലേക്ക് എത്തിയത്. അങ്ങനെ രേഖ സംഭവിച്ചത്. അതേ സിനിമയിൽ തന്നെയാണ് വിൻസിക്ക് സ്റ്റേറ്റ് അവാർഡ് കിട്ടിയത്. അപ്പോൾ വിൻസി ആയിട്ടുള്ള ഒരു കോംബോ ഒക്കെ അല്ല അടിപൊളിയായിരുന്നു. വിൻസി ബ്രില്യൻ്റ് ആക്ട്രസ് ആണ് സത്യം പറഞ്ഞത്. കാരണം മലയാളത്തിൽ സത്യം പറഞ്ഞാൽ വിൻസി എല്ലാം ഹാൻഡിൽ ചെയ്യും. ഇപ്പം വിൻസി ഹ്യൂമർ ഭയങ്കരമായിട്ട്, മലയാളത്തിൽ ഹ്യൂമർ ചെയ്യുന്ന ആക്ട്രസ് കുറവാണ്. ഇപ്പം ഗ്രേസ് ഉണ്ടായിരുന്നു, പിന്നെ വിൻസി. ആളുകളില്ല. അപ്പം വിൻസി പക്ഷേ എനിക്ക് ഭയങ്കര അടിപൊളിയായിട്ട് ഹ്യൂമർ ഹാൻഡിൽ ചെയ്യും. പിന്നെ അവിടെ നിന്നാണ് ബ്രേക്ക് ചെയ്ത് വിൻസി രേഖ എന്ന് പറഞ്ഞ ഓടാൻ ചെയ്തത്. ഭയങ്കര ബ്രേക്കായിരുന്നു വിൻസിക്ക്. അപ്പം വിൻസിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റിയതിൽ ഭയങ്കര അടിപൊളിയായിരുന്നു. പിന്നെ ഒരു ഗിവൺ ടേക്ക് ഉണ്ടായിരുന്നു. നമ്മുടെ ഒരു റാപ്പ് ഉണ്ടായിരുന്നു. ഞാനൊരു തുടക്കക്കാരനാണ് ആ സമയത്ത്. വിൻസി കുറച്ചും കൂടി എസ്റ്റാബ്ലിഷ്ഡ് ആണ്. വിൻസിനെ കുറേ പേർക്ക് അറിയാം. വിൻസിക്ക് അങ്ങനത്തെ ഒന്നുമില്ലായിരുന്നു. നമ്മളെല്ലാവരും ഒരു ബഡീസ് രീതിയിലായിരുന്നു ആ സെറ്റും പരിപാടിയെല്ലാം. ഇപ്പൊ രേഖാചിത്രം ഒരു ടേണിംഗ് പോയിന്റ് ആണെന്ന് പറഞ്ഞു. അത് ആസിഫ് അലി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്.
ഉണ്ണിലാലുവിനെ എല്ലാവർക്കും ഷോർട്ട് ഫിലിംസിലൂടെ അറിയൂ, പക്ഷെ രേഖാചിത്രം വന്നു കഴിഞ്ഞാൽ അത് അങ്ങനെ ആവില്ല എന്നുള്ളത്. ആ മൊമെന്റ് എങ്ങനെയായിരുന്നു? അത് ഭയങ്കര പ്രൗഡും ബ്ലെസ്സിങ്സും, അത് ആ ഒരു ഇമോഷൻ എങ്ങനെയാന്ന് പറയാൻ പറ്റില്ല. കാരണം നമ്മൾ ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആക്ടർ നമ്മളെ പറ്റിയിട്ട് അതെ അതെ ആ ഒരു സ്റ്റേജിൽ നമ്മളിരിക്കുമ്പോൾ നമ്മളെ ചേർത്ത് ഇപ്പം എല്ലാവരും അങ്ങനെ സപ്പോർട്ട് ചെയ്യില്ല, പൊതുവേ കുറവായിരിക്കും. ഇപ്പം ഒരു ഇവൻ മറ്റേ ആ സാധനമൊക്കെ ഉള്ള ആൾക്കാർ ഒരുപാടുണ്ട്, ഞാൻ തന്നെ കണ്ടിട്ട് ആൾക്കാരെ. അപ്പോൾ അതിൽ നിന്ന് ആസിഫിൽ ഭയങ്കര ഡിഫറെൻ്റ് ആയിരുന്നു. എന്നെ ഞെട്ടിച്ചിട്ട് ആസിഫിൽ അങ്ങനെ ഒരു സാധനം പറഞ്ഞത് നമ്മൾ പ്രതീക്ഷിച്ചില്ല. അതൊരു ഭയങ്കര പ്രൗഡ്. കാരണം നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു ആക്ടർ, നമ്മുടെ ഇഷ്ടമുള്ള ഒരു ആക്ടർ അങ്ങനെ പറഞ്ഞു, പ്രത്യേകിച്ച് ആസിഫിൽ മലയാളികൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു ആക്ടർ. അത് ഭയങ്കര ബ്ലെസ്സിങ് മൊമെന്റ് ആയിരുന്നു. ശരിക്കും രേഖാചിത്രം ഒരു ടേണിംഗ് പോയിന്റ് തന്നെയാണോ? ബിഫോർ ആൻഡ് ആഫ്റ്റർ രേഖാചിത്രം ലൈഫ് എങ്ങനെയാ ഇപ്പോ? ഭയങ്കര മാറ്റമുണ്ട് സീരിയസ്ലി. ഇപ്പൊ ആസിഫിൽ പറഞ്ഞ പോലെ അതിനുശേഷം എന്നെ കാണുന്നവരെല്ലാവരും പറയുന്നത് സിനിമ പടം നന്നായിട്ടോ, പടത്തിൽ ആ ക്യാരക്ടർ നന്നായിട്ടോ, അല്ലെങ്കിൽ ഇന്ന പടം നന്നായിട്ടോ. പിന്നെ അത്രയും കാലമാണെങ്കിലും ഇപ്പൊ സിനിമ, അതായത് രേഖാചിത്രത്തിന് ശേഷമാണ് രേഖയും ആളുകൾ ആ രേഖ കണ്ടിട്ടുണ്ട് എന്ന് പറയുന്നത്. മറ്റേ നമ്മൾ ആദ്യം ഒന്ന് വീഡിയോസ് ഉണ്ടോ ചോദിക്കും, പിന്നെ രേഖാചിത്രം എല്ലാ പടങ്ങളും ആളുകൾ കണ്ടു. അപ്പം അല്ലെങ്കിൽ കണ്ട ആളുകൾ പറയാൻ തുടങ്ങിയത് രേഖാചിത്രത്തിന് ശേഷം സിനിമയിൽ നന്നായിരുന്നു കേട്ടോ, പടങ്ങളൊക്കെ കൊള്ളാം, നല്ലതാണ്. അതിന് മുമ്പ് വരെ പറഞ്ഞുകൊണ്ടിരുന്നത് രേഖയും ഫ്രീഡം ഫൈറ്റ് ചെയ്തിട്ടും പറഞ്ഞുകൊണ്ടിരുന്നത് ഷോർട്ട് ഫിലിംസ് കൊള്ളട്ടോ എന്നാ. അപ്പം ഞാൻ ചോദിക്കില്ല പടം ഒന്നും കേട്ടാ പടം, അപ്പം ചോദിക്കണം രേഖ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കണം. പക്ഷേ അതിന് ശേഷം രേഖയും രേഖാചിത്രമൊക്കെ എല്ലാ പടങ്ങളും കണ്ടിട്ടുണ്ട് എന്ന് പറയുന്ന ഒരു സ്റ്റേജിലേക്ക് മാറി. പിന്നെ സിനിമകൾ വരാൻ തുടങ്ങി, ആളുകൾ നമ്മളെ കാണുന്നൊരു പെർസ്പെക്റ്റീവ് മാറി. അങ്ങനെ വലിയൊരു മാറ്റമുണ്ട് മൊത്തത്തിൽ. അപ്പം ഷോർട്ട് ഫിലിംസിലൂടെ അറിയപ്പെടാനാണോ ഫിലിംസിലൂടെ ഫിലിംസ് എന്നേ പറയൂ? അങ്ങനൊന്നുമില്ല, നമ്മൾ അറിയപ്പെടുക എന്നുള്ളതുള്ളൂ. അല്ല ഷോർട്ട് ഫിലിം ആയാലെന്താ, സിനിമ ആയാലെന്താ, എല്ലാം സെയിം. നമ്മളിപ്പം സിനിമയിൽ എത്താൻ എനിക്ക് എൻ്റെ വഴിയിൽ എന്നെ ഷോർട്ട് ഫിലിംസ് ആണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തത്. കാരണം ഒറ്റടിക്ക് നമുക്ക് പ്രത്യേകിച്ച് ഗോഡ് ഫാദേഴ്സ് ഒന്നും ഇല്ലല്ലോ, നമ്മൾ സാധാരണക്കാരൻ വരുന്നില്ല. അപ്പം നമുക്ക് വരുമ്പോൾ ഒരു സപ്പോർട്ടില്ല. അപ്പം എന്നെ അവിടെ സപ്പോർട്ട് ചെയ്തത് എൻ്റെ ഷോർട്ട് ഫിലിംസ് ആണ്. എൻ്റെ ഷോർട്ട് ഫിലിംസിലൂടെ എൻ്റെ ഫേസുകൾ ആൾ അറിഞ്ഞു തുടങ്ങി, ഓരോ പടങ്ങൾ വന്നതും, അല്ലെങ്കിൽ എനിക്ക് കിട്ടിയ സിനിമ എൻ്റെ ഷോർട്ട് ഫിലിമിൻ്റെ വിഷ്വൽ കണ്ടിട്ടാണ് കിട്ടിയത്. അങ്ങനെയാണ് ഞാൻ വന്നത്. ഈ ഒരു കരിയറിൽ ഫാമിലി സപ്പോർട്ട് എത്രത്തോളം? അത് ഫാമിലി സപ്പോർട്ട് എന്ന് പറയുമ്പോൾ എനിക്ക് ബേസിക്കലി വീട്ടിൽ നിന്ന് ഒരു ഇതില്ലായിരുന്നു, ചെയ്യണ്ട അല്ലെങ്കിൽ ഇന്ന സിനിമ അല്ലെങ്കിൽ സിനിമയിലേക്ക് ഇറങ്ങണ്ട, അങ്ങനെ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു. അല്ലാതെ ഫിനാൻഷ്യൽ സപ്പോർട്ടൊന്നും എൻ്റെ വീട്ടിൽ നിന്ന് കിട്ടാനില്ല. കാരണം എൻ്റെ സാധാരണക്കാരാണ്, വീട്ടിൽ നിന്ന് കാശൊന്നും തരാനില്ല, നമ്മളെന്താ അങ്ങോട്ട് കൊടുത്താലായിരുന്നുള്ളൂ. അപ്പം അങ്ങനെ ഒരു സപ്പോർട്ട് കിട്ടി. അതായത് നിനക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം, ഇഷ്ടമുള്ള നീ ചെയ്തോ, കുഴപ്പമില്ല, നമ്മൾ കൂടെ ഉണ്ട് എന്നുള്ള സപ്പോർട്ട് കിട്ടി. അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. കാരണം ഞാൻ ജോലി റിസൈൻ ചെയ്യുമ്പോൾ എനിക്ക് തോന്നുന്നു അന്ന് എനിക്ക് അത്യാവശ്യം നല്ല സാലറി ഉണ്ട്, അങ്ങനെ ജോലി ഞാൻ റിസൈൻ ചെയ്യുന്നത്. അപ്പം ഒറ്റയടിക്ക് ഇൻകൊക്കെ നിന്നിടും സ്റ്റക്കായി. എന്നിട്ടാണ് ഞാൻ കൊച്ചിയിൽ വന്നിട്ട് ഇവിടെ നിൽക്കുന്നത്. അപ്പം ആ ഒരു സപ്പോർട്ട് ഉണ്ടായിരുന്നു, നീ ഇഷ്ടമുള്ളത് ചെയ്തു, അതാണ് ഏറ്റവും വലിയ സപ്പോർട്ട്. ഇപ്പം ഹാപ്പിയാണ്. ഫാമിലിയിൽ ഏറ്റവും കൂടുതൽ സപ്പോർട്ട് അല്ലെങ്കിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആരായിരിക്കും? അങ്ങനൊന്നുമില്ല, എല്ലാവരും അങ്ങനെയൊന്നുമില്ല. മീൻസ് ഞാൻ പറഞ്ഞേ, എന്നോട് ഇപ്പം സിനിമ ചെയ്തോളാം അല്ലെങ്കിൽ സിനിമ ചെയ്തോ എന്ന് പറയുന്ന മൊമെന്റിൽ ഇഷ്ടമുള്ള ചെയ്തോ എന്ന് പറയുന്നത് എല്ലാവരും കൂടി എടുക്കുന്ന തീരുമാനമാണല്ലോ. അല്ലെങ്കിൽ ഇന്നൊരാൾ വന്നിട്ട് സിനിമ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞില്ല, എല്ലാവരും നിനക്ക് ഇഷ്ടമുള്ള ചെയ്തോ പൊക്കോ എന്ന് പറയുന്നിടത്താണ് ഫാമിലി. എല്ലാവരും എൻ്റെ വീട്ടിലുള്ള ആൾക്കാരാണെങ്കിലും എൻ്റെ കുടുംബക്കാരാണെങ്കിലും എൻ്റെ നാട്ടുകാരാണെങ്കിലും ഫ്രണ്ട്സ് ആണെങ്കിലും ഒക്കെ എന്നെ ഭയങ്കര സപ്പോർട്ട് ചെയ്യുന്നു. ഈ ഒരു കരിയർ ചൂസ് ചെയ്യാനുള്ള റീസൺ എന്തായിരിക്കും? അതിനോടുള്ള ഇഷ്ടം കൊണ്ടാണോ? പിന്നല്ലാതെ നമുക്ക് കണ്ടുപിടിക്കാൻ ഒരു, അതായത് ഇത് ഞാനൊരു മൊമെന്റിൽ ഓക്കെ നമുക്ക് സിനിമാ നടനാവാം എന്ന് വിചാരിച്ചിട്ടൊന്നുമല്ല. വെച്ചാൽ നമ്മുടെ ചെറുപ്പത്തിൽ ഇപ്പം ഞാൻ എൻ്റെ ചെറുപ്പത്തിൽ സിനിമയ്ക്ക് എൻ്റെ കസിൻസ് ഒക്കെ ഉണ്ടാവുമായിരുന്നു, അതിനേക്കാൾ വലിയ ചേട്ടന്മാർ. അപ്പം നമ്മൾ ഈ സ്ക്രീൻ ഇങ്ങനെ കാണുന്നുണ്ട് എപ്പോഴും. പിന്നെ ചെറുപ്പത്തിൽ സിനിമകൾ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുക, അപ്പുറത്തെ വീട്ടിൽ പോയി സിനിമ. അപ്പോൾ സിനിമ കണ്ട് ഈ സിനിമയോടുള്ളൊരു ഇഷ്ടം നമുക്ക് കൂടി. പിന്നെ സിനിമയിൽ നമ്മൾ കാണുന്ന ലാലേട്ടൻ, മമ്മൂക്ക, വിജയ് ഇതെല്ലാവരും നമ്മൾ കാണുന്നു. അപ്പം നമുക്ക് ഓക്കെ, അപ്പം അന്ന് നമ്മൾ ചെറുപ്പത്തിലോ സിനിമയിലാണെങ്കിൽ എനിക്ക് ചാടിയിട്ട് കടിക്കാൻ പറ്റും എന്നൊക്കെയാണ് നമ്മുടെ ചിന്തകൾ പോവുക. അപ്പൊ അങ്ങനെ അതിനോടൊരു ഇഷ്ടം വന്നു. പിന്നെ സ്കൂൾ സമയത്ത് വന്നപ്പോൾ നമ്മൾ കൂടുതൽ ആർട്സിന് കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയി. ഇപ്പൊ നാടകങ്ങള്, മോണോ ആക്ടുകള്, മിമിക്രി, അങ്ങനത്തെ മിമിക്രി ഒന്നും അറിയില്ല, എന്നാലും വെറുതെ സ്റ്റേജിൽ കയറാൻ വേണ്ടിയുള്ള പരിപാടികളിലൊക്കെ എല്ലാത്തിലും പോയി അറ്റൻഡ് ചെയ്യലായി. അങ്ങനെ അതിനോടൊരു ഇഷ്ടം വന്നു തുടങ്ങി, അഭിനയത്തിനോട്. അത് കഴിഞ്ഞ് ഇങ്ങനെ ഗ്രാജുവലി വന്ന് പിന്നെ നമ്മൾ സിനിമ അപ്പോഴാണ് ഓഡീഷൻസിനൊക്കെ പറ്റി അറിയണേ. അപ്പം നമ്മൾ ഓഡീഷൻസിന് പോയി തുടങ്ങി. സ്കൂളിൽ പഠിക്കുമ്പോൾ ഓഡീഷൻ, ഫ്രണ്ട്സ് എല്ലാം കുറിച്ച് ഓഡീഷനൊക്കെ പോയി തുടങ്ങി. അങ്ങനെ ഗ്രാജുവലി ഇത് ഇഷ്ടപ്പെടാം. അല്ലാതെ ഒരു മൊമെന്റിൽ ഓക്കെ എനിക്ക് സിനിമ നടനാവാം എന്നുള്ളൊരു പ്രോസസ്സ് അല്ലായിരുന്നു. പക്ഷെ ഒരുപാട് ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് അഭിനയിച്ചു. പോയിട്ടുണ്ട്. അഭിനയിക്കേണ്ടതും ഏരിയാസ് ഒക്കെ പോവുക അത്ര തന്നെ. അപ്പൊ നമുക്ക് സിനിമ എന്താ നമുക്ക് അറിയില്ല. അപ്പം സെറ്റിൽ പോവുക എന്നുള്ളത്, സെറ്റ് പോലും നമുക്ക് അന്നൊക്കെ, ഇപ്പം നമുക്ക് സിനിമാ സെറ്റുകൾ കുറെ ഉണ്ട്. ഇപ്പം ആരും സിനിമാ സെറ്റിന്റെ സെറ്റിൽ പോവില്ല. ഇപ്പൊ നോർമലൈസ്ഡ് ആയി. അന്നൊക്കെ സിനിമാ സെറ്റുകൾ കാണാൻ ഭയങ്കര കുറവാണ്. അപ്പൊ സിനിമാ സെറ്റിൽ കയറാനാണെങ്കിൽ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് അന്ന് നമുക്ക് കയറുന്ന ഒരു ഓപ്ഷൻ എന്താ, ജൂനിയർ ആർട്ടിസ്റ്റ്. അപ്പൊ നമ്മൾ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് പോയിട്ട് കയറും. അപ്പൊ നമുക്കിത് കാണാമല്ലോ, നടന്മാരെ കാണാം, അങ്ങനെ കാണാം, ഉണ്ട്.
അപ്പൊ ഇപ്പൊ ഫിലിം ഇൻഡസ്ട്രിയിൽ ഒരുപാട് വിവാദങ്ങൾ നടക്കുന്ന സമയമാണ്. പ്രത്യേകിച്ച് നമ്മളെ സൊസൈറ്റിയിൽ ഒരു ഡ്രഗ് യൂസ് എന്നൊക്കെ പറയുമ്പോൾ അതിനേക്കാളും പബ്ലിസിറ്റിയും ഫെയിമും വരുന്നത് അതൊരു ഫിലിം ഇൻഡസ്ട്രിയിൽ നടക്കുമ്പോഴാണ്. സോ ഇപ്പം ചേട്ടൻ അതിന്റെ ഭാഗമാണ്, ആ ഒരു ഫിലിം ഇൻഡസ്ട്രിയുടെ ഭാഗമാണ്. അപ്പൊ അതിനെ പറ്റിയുള്ള റിയാക്ഷൻ? അല്ല, അതിനെപ്പറ്റി ഒന്നാമത് ഈ ഡ്രഗ് ആരും യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ്. കാരണം ഇത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. കാരണം മനുഷ്യന്മാർ കൊല്ലും എന്നുള്ള ഏറ്റവും ഉള്ള സാധനമാണ്. അപ്പം ഇത് യൂസ് ചെയ്യാതിരിക്കുക എന്നുള്ളത്, അത് സിനിമ എന്ന് മാത്രമല്ല ഒരു മേഖലയിൽ യൂസ് ചെയ്യാതിരിക്കുക. പിന്നെ സിനിമയ്ക്ക് കുറച്ചും കൂടി ഇത് പറയുമ്പോൾ സിനിമയ്ക്ക് കിട്ടുന്നത് എന്താ വെച്ചാൽ സിനിമ കുറച്ചും കൂടി വൈഡാണ്. അല്ലെങ്കിൽ എല്ലാവരും സിനിമാ നടൻ അല്ലെങ്കിൽ സിനിമയിൽ തന്നെ സംവിധായകൻ എന്നൊക്കെ പറയുമ്പോൾ അതിനൊരു പബ്ലിസിറ്റി ഭയങ്കരമായിട്ട് കിട്ടും. അപ്പോൾ അതുണ്ട്, ഉറപ്പായിട്ടുണ്ട്. അപ്പം ഞാൻ അവിടെ യൂസ് ചെയ്യുന്ന നല്ലൊരു, ഞാൻ പറഞ്ഞു സിനിമയിലും എവിടെ ഇത് ചെയ്യാൻ പാടില്ല, എവിടെ യൂസ് ചെയ്യാൻ പാടില്ല എന്നാണ് എൻ്റെ ഒരു പരിപാടി. കാരണം മൊത്തത്തിൽ നിർത്തുക എന്നുള്ളതാണ്. പക്ഷെ അത് സിനിമയിൽ സംഭവിക്കുമ്പം സിനിമക്കാർ മാത്രമല്ല പുറമേ ഉണ്ട്, അതും എല്ലാവരും ശ്രദ്ധിക്കുക. ഗവൺമെൻറ് ആണെങ്കിലും സിനിമേൻ്റെ പുറത്തുള്ള ആൾക്കാരുണ്ട്. മൊത്തത്തിൽ ഇതിനെ ഇല്ലാണ്ടാക്കിയാൽ മാത്രമേ ഇതെല്ലാം നന്നായി മുമ്പോട്ട് പോകുള്ളൂ. അങ്ങനെ എന്തെങ്കിലും അനുഭവങ്ങൾ സെറ്റിൽ നിന്ന് നേരിട്ട് അങ്ങനത്തെ അങ്ങനെയൊന്നുമില്ല. ഇപ്പം നമ്മുടെ സിനിമയിൽ ഇപ്പം ഓഫീസറിലായാലും രേഖാചിത്രത്തിലായാലും 2 ബിഗ് ആക്ടേഴ്സ് നമ്മളെ ഒരു ഐക്കൺസ് ആണ്, കുഞ്ചാക്കോ ബോബൻ അതേപോലെ ആസിഫ് അലി. ഇവർ രണ്ടുപേരിൽ ആരാ കുറച്ചുകൂടെ സിങ്ക് ആയി പോകാൻ എളുപ്പം? രണ്ടുപേരും അടിപൊളിയാണ്. അങ്ങനെ എന്നാണെന്നല്ലേ, രണ്ടുപേരും ഭയങ്കര സപ്പോർട്ടീവാണ്, രണ്ടുപേരും ഭയങ്കര ഹെൽപ്ഫുള്ളാണ് എല്ലാ കാര്യത്തിലാണെങ്കിലും. രണ്ടുപേരും ഒക്കെയാണ്. അവരുടെ കൂടെ നമുക്ക് മറക്കാനാവാത്ത എന്തെങ്കിലും എക്സ്പീരിയൻസ്, അഡ്വൈസോ അവർ ഈ ഇൻഡസ്ട്രിയിൽ? അല്ല, അങ്ങനെ നമുക്ക് സത്യം പറഞ്ഞാൽ നമുക്ക് ഇത് 2 പേരുള്ളത് മറക്കാനാവാത്ത. കാരണം വെച്ചാൽ നമ്മൾ പണ്ടൊക്കെ സിനിമ കാണുമ്പോൾ TV കാണുമ്പോൾ ചന്ദാമാമ ഡാൻസും ആസിഫ് അലിയുടെ മറ്റേ പടമൊക്കെ കണ്ടിരിക്കും. നമ്മൾ പ്രതീക്ഷിക്കുന്നില്ലല്ലോ നമ്മൾ ഇവരോട് അഭിനയിക്കുന്നൊക്കെ. അപ്പം ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റായിട്ട് പോയ പല സിനിമകളിലും ആസിഫ് അലിയുടെ പടത്തിന് പോയിട്ടുണ്ട്, ചാക്കോച്ചൻ പടത്തിന് പോയിട്ടുണ്ട്. അപ്പോഴൊക്കെ ദൂരേന്നേ കാണാനുള്ളൂ. അവരോട് നമ്മൾ ഒരുമിച്ച് ട്രാവൽ ചെയ്യുന്നു, ഒരുമിച്ച് ഭക്ഷണം കഴിക്കുന്നു, ഒരുമിച്ച് അഭിനയിക്കുന്നു, നമ്മൾ കാഷ്വൽ ടോക്ക് ചെയ്യുന്നു എന്നൊക്കെ പറയുന്നത് തന്നെ ഒരു ആക്ടർ അല്ലെങ്കിൽ ഒരു ആക്ടറോട് ഒരു ഹ്യൂമനെ സംബന്ധിച്ചോളം വണ്ടർഫുൾ ആയിട്ടുള്ള മൊമെൻ്റ് അല്ലേ? ആണ്, ഉറപ്പായിട്ടും. അപ്പം അതിലാണ് ഞാൻ വണ്ടർഫുൾ ആയിട്ട്, അതൊരു ഭയങ്കര ഹാപ്പി സീനാണ്. അതാണ് എനിക്ക് കിട്ടുന്ന പ്ലസ്. 2 പേരും അടിപൊളിയാണ്. അപ്പൊ ഇപ്പം ഉണ്ണിലാലി 15 വർഷത്തെ കരിയർ നോക്കുമ്പോൾ സക്സസ് എങ്ങനെ ഡിഫൈൻ ചെയ്യും? അത് നിങ്ങളുടെ ഗ്രോത്ത് ആണോ, കിട്ടുന്ന ഒരു ഫെയിം ആണോ, സാറ്റിസ്ഫാക്ഷൻ ആണോ? എല്ലാം സീരിയസ്ലി നമ്മളൊരു സക്സസ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാം വേണം. അപ്പം ഈ ഫെയിം ഭയങ്കരമായിട്ട് ഫെയിമുണ്ട്, അത് ഭയങ്കര സന്തോഷം. ഇപ്പം നമ്മൾ അറിയാത്ത ആളുകൾ, അപ്പം നമ്മൾ പേഴ്സണലി അറിയാത്ത ആൾ നമ്മൾ സംസാരിക്കാൻ വരുന്നത് നമുക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നമ്മൾ സിനിമയെ പറ്റി സംസാരിക്കുന്നത്, പിന്നെ അതിനുള്ള നമുക്ക് ഫിനാൻഷ്യൽ ഇൻകം കിട്ടണമെങ്കിൽ അതും അടിപൊളിയാണ്. കാരണം നമുക്ക് ജീവിക്കണ്ടേ, സർവൈവ് ചെയ്യണം. അപ്പം നമുക്ക് അതിലൂടെ ഫിനാൻഷ്യൽ കിട്ടുന്നത് നല്ലതാണ് മൊത്തം, അതായത് എല്ലാം. പിന്നെ ഞാൻ ഹാപ്പി ആകുന്നത് നമ്മളെ പണ്ട് ഞാൻ എങ്ങനെയായിരുന്നു, ആ പഴയ ഞാൻ തിരിഞ്ഞു നോക്കുമ്പം പണ്ട് നമ്മൾ ഇന്ന സ്ഥലത്തായിരുന്നു നിന്നത്, അല്ലെങ്കിൽ ഇന്ന ഷോർട്ട് ഫിലിം ചെയ്തുകൊണ്ടിരുന്ന സമയം, അല്ല അതിന് മുമ്പ് സമയം, ഇപ്പം ഞാൻ എവിടെയാണ് നിൽക്കുന്നത്, ഇതൊക്കെയാണ് എൻ്റെ സക്സസ്സിൽ ഞാൻ കരുതുന്ന കാര്യങ്ങൾ. ഇപ്പം ഈ ഒരു കരിയറിൽ, ഈ ഒരു ജേണി അതിൽ ഏറ്റവും ഡിഫിക്കൽട്ടായിട്ടുള്ള ഒരു മൊമെൻറ്റ് അല്ലെങ്കിൽ ഭയങ്കര ഏറ്റവും ചലഞ്ചിങ് എന്തായിരുന്നു ഈ സിനിമ ഫീൽഡിൽ വന്ന് എത്താൻ വേണ്ടി? ഭയങ്കര ചലഞ്ചിങ് പൈസ, സിമ്പിളായിട്ട് കാശ്. പിന്നെ നമുക്ക് ഈ സ്ട്രഗിൾ സമയത്ത് നമ്മുടെ അടുത്ത് ഇല്ലാത്തത് പൈസ എന്ന് പറഞ്ഞ സാധനമായിരിക്കും. നമ്മളെങ്ങനെ ഫുഡ് കഴിക്കും, നമ്മളെങ്ങനെ റെൻ്റ് കൊടുക്കും, ഇതൊക്കെയാണ് നമ്മുടെ പ്രശ്നം. അതൊരു ഭയങ്കര സ്ട്രഗിൾ. എന്തൊക്കെ പറഞ്ഞാൽ ഭയങ്കര സ്ട്രഗിളാണ്. കാശുള്ള വീട്ടിലാണോ കുഴപ്പമില്ല, നമ്മൾ വീട്ടിൽ നിന്ന് പൈസ മേടിക്കാൻ നമ്മളൊന്നും ഇല്ലല്ലോ. അപ്പോൾ പൈസ ഇല്ലാത്തത് ഭയങ്കര ഒരു ബുദ്ധിമുട്ടായിരുന്നു. കാരണം ഞാൻ ആദ്യം വന്ന സമയത്ത് ഞാൻ ഒരു ഹോസ്റ്റലിലാണ് വന്നിരുന്നത് ആദ്യം. അപ്പം ആ സമയത്ത് ജോലി റിസൈൻ ചെയ്ത് കുറച്ച് പൈസ ഉണ്ടായിരുന്നു. പിന്നെ അതൊക്കെ തീരുമല്ലോ. പിന്നെ നമ്മൾ ഫ്രണ്ട്സിൻ്റെ കൂടെ പിന്നെ നമ്മളിങ്ങനെ കുറേ ആൾക്കാരെ കാണുന്നു, പരിചയപ്പെടുന്നു, ഒരു 5 പേരൊക്കെ ഒരുമിച്ച് നിൽക്കുന്നു. അപ്പം നമ്മൾ അവിടെ സെറ്റാവുന്നു. എന്നാലും അവിടെയും പട്ടിണിയിരിക്കും. അപ്പോൾ നമുക്ക് അതൊക്കെ നമ്മളെ സംബന്ധിച്ചോളം ഇച്ചിരി ഡിഫിക്കൽട്ടായിരുന്നു. ഭക്ഷണം കഴിക്കണം, സർവൈവ് ചെയ്യണം, അതൊരു ബുദ്ധിമുട്ടാണ്. മെയിനായിട്ട് ഭക്ഷണം കഴിക്കണം, നല്ല പണിയാണ്. അതൊരു ഡിഫിക്കൽട്ട് സ്റ്റേജ് ആയിരുന്നു ആ സ്റ്റേജ്. അപ്പോൾ ഇപ്പം ഈ സോഷ്യൽ മീഡിയയിലൂടെ ഇനി വരാൻ നിൽക്കുന്ന ഒരുപാട് എല്ലാവരും സോഷ്യൽ മീഡിയയിൽ റീൽസ് ചെയ്യുന്നതേ സിനിമ എന്നൊരു അൾട്ടിമേറ്റ് എയിം വെച്ചിട്ടാണ്. അവർക്ക് എന്തായിരിക്കും ഒരു അഡ്വൈസ്? അതായത് ഇപ്പം അവർക്ക് എന്താ അഡ്വൈസ് കൊടുക്കാനാണ്? ഞാൻ അഡ്വൈസ് കൊടുക്കാൻ എന്തായില്ല. അങ്ങനെ വന്ന ഒരാളല്ലേ. പക്ഷേ ഞാൻ പറയാനുള്ളത് ഇപ്പം ഭയങ്കരമായിട്ട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. കാരണം ഇപ്പം ഞാനുള്ള സമയത്തൊന്നും അത്ര ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് സോഷ്യൽ മീഡിയ ഞാൻ ചെയ്യുന്നതാണെങ്കിലും നമുക്ക് അതിന്ന് സിനിമയിലേക്ക് ആരെയും വിളിക്കാറില്ലായിരുന്നു. എനിക്കൊന്ന് ആദ്യമായിട്ടായാലും വന്നത് ഞാനാണ് സിനിമയിൽ വന്നത്. പക്ഷെ ഇപ്പം ഒരുപാട് ആൾക്കാരുണ്ട്, കിട്ടില്ല പിള്ളേരുണ്ട്. അപ്പം ഇപ്പോൾ സിനിമയിൽ നിന്ന് ചൂസ് ചെയ്യുന്നത് തന്നെ, സിനിമ ഒരു പടം ചൂസ് ചെയ്യുമ്പോൾ തന്നെ ഇപ്പം നമ്മളാണെങ്കിലും നമ്മുടെ ടീമിൽ ഒരു പടം ചെയ്യുകയാണെങ്കിൽ ഇന്ന പയ്യൻ കൊള്ളാം എന്ന് വെച്ചാൽ നമ്മളെടുക്കും.
ഇപ്പം എല്ലാവർക്കും നല്ല രീതിയിൽ ഫോളോവേഴ്സ് നോക്കുന്ന ആൾക്കാർ, കാരണം ഒരു സിനിമ പ്രൊമോട്ട് ചെയ്യണമെങ്കിൽ ഒരു 1 മില്യൺ ഫോളോവേഴ്സുള്ള ഒരു പയ്യനുണ്ടെങ്കിൽ അവനൊരു റോൾ കൊടുത്തു കഴിഞ്ഞാൽ ആ 1 മില്യൺ ആൾക്കാരേക്ക് ആ പടം എത്തും. അപ്പം അതും ഒരു ഫാക്ടറാണ്. അപ്പം മൊത്തത്തിൽ മാറി. ഇപ്പം ഓപ്പർച്യൂണിറ്റീസ് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ആക്ടേഴ്സും വരുന്നുണ്ട്. പിന്നെ ഭയങ്കര ടാലൻ്റുള്ള ആൾക്കാർ സർവൈവ് ചെയ്ത് നിൽക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാത്ത ആൾക്കാർ അവരുടേതായിട്ടുള്ള പരിപാടി ചെയ്ത് പോകുന്നുണ്ട്, ഇടയ്ക്ക് സിനിമയിൽ അഭിനയിക്കുന്നുണ്ട്. അങ്ങനെ ഇപ്പം എല്ലാവർക്കും ഒരു സ്പേസ് ഉണ്ട് സിനിമയിൽ. നമ്മൾ ആ വന്ന സമയമല്ല. അപ്പം എല്ലാവർക്കും ഞാൻ പറയാം, പ്രത്യേകിച്ച് ഇപ്പോൾ അഡ്വൈസ് കൊടുക്കണ്ട, അവർ ചെയ്യുന്ന നല്ല അടിപൊളിയാണ്. എല്ലാ കണ്ടന്റ് ചെയ്യുന്നത്, ഞാൻ എല്ലാം ഫോളോ ചെയ്യുന്ന ആൾക്കാരാണ്. എല്ലാ കണ്ടന്റ്സും ഭയങ്കരമായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ അവരെക്കൊണ്ട് പറ്റുന്ന ഓരോരുത്തരും ഓരോ ക്രിയേറ്റീവായിട്ട് ചെയ്യുന്ന ആൾക്കാരാണ്. അപ്പോൾ ഇയാൾ ചെയ്യുന്നതായിരിക്കില്ല അപ്പുറത്തെ ആൾ ചെയ്യുക. അപ്പം നമുക്ക് എല്ലാം ഓരോരുത്തരും എല്ലാം ബേസിക്കലി എല്ലാവർക്കും ഇഷ്ടമാണ്. സമയം പോകാൻ വേണ്ടി കണ്ടിരിക്കുന്നുണ്ടല്ലോ. അതേപോലെ തന്നെ ഇവരൊക്കെ സിനിമ ചെയ്യാൻ വേണ്ടി ഇവർക്ക് സിനിമ കിട്ടും എന്നുള്ളതും ഉറപ്പായിട്ടുള്ള കാര്യമാണ്. എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് താല്പര്യം? അങ്ങനെ എനിക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടർ ചെയ്യണമെന്ന് ആഗ്രഹം. ഇന്നൊരു ക്യാരക്ടർ സ്റ്റക്ക് ആവും. ഇപ്പം എനിക്ക് തോന്നും എൻ്റെ ഭയം കൊണ്ടാണെന്ന് അറിയില്ല, ഞാൻ ചെയ്താലും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സാണ്. അപ്പം റിപ്പീറ്റേഷൻ വന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ചെയ്യണം എന്നാണ് എനിക്ക് ആഗ്രഹം. മൊത്തത്തിൽ എനിക്ക് വെച്ചാൽ ഒരു കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള പടങ്ങൾ ചെയ്യുക. ഇപ്പോൾ ഒരു റെമോ പോലത്തെ പടം, അല്ലെങ്കിൽ കളർഫുൾ ആയിട്ടുള്ള സിനിമകളല്ലേ, കളർഫുൾ സിനിമകൾ, അങ്ങനത്തെ സിനിമകൾ ചെയ്യാമെന്നാണ് എൻ്റെ ഒരു ഇഷ്ടം. തമിഴ് ഇൻഡസ്ട്രിയിലൊക്കെ പോകാൻ താല്പര്യം ആഗ്രഹമുണ്ട്. ആരും വിളിക്കണ്ടേ? വിളിച്ച് ഉറപ്പായിട്ടും പോകും. മലയാളത്തിലെ ചെറിയൊരു ശിവകാർത്തികനൊക്കെ പോലെ എല്ലാം ചെയ്യണോ? ഇതുവരെ ചെയ്ത റോൾസിൽ ഏറ്റവും നമുക്ക് സ്വയം ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നുന്ന ഒരു കൊള്ളാം, ഞാൻ ഇതിൽ കൊള്ളാം, ചെയ്തിട്ടുണ്ട്, എന്നെ കൊണ്ട് പറ്റും എന്ന് തോന്നിയ ഒരു റോള്? അതായത് സത്യം പറഞ്ഞ ഒരു റോള് ചെയ്യുമ്പോഴും നമുക്കത് 100% സാറ്റിസ്ഫൈഡ് ആവാറില്ല. നമ്മൾ ചെയ്യുമ്പോൾ ഇപ്പം ഞാനിപ്പോൾ ഏത് പടം ചെയ്താണ് ഞാൻ ഓക്കെയാണോ വർക്കാണോ എന്ന് നോക്കും. പക്ഷേ എനിക്കത് ഇഷ്ടപ്പെടാറില്ല. പക്ഷേ പുറമെ ഇപ്പോൾ ഡയറക്ടറാണ്, അവർക്ക് ഓക്കെ ആണെങ്കിൽ എനിക്ക് ഓക്കെയാണ്. അല്ലാതെ സത്യം പറഞ്ഞാൽ നമ്മൾ ആസ് എൻ ആക്ടർ നമ്മൾ ഓരോ സാധനം ചെയ്യുമ്പോൾ നമ്മളേക്കും കുറച്ചുകൂടി ബെറ്റർ ആക്കാം, അല്ലെങ്കിൽ അത് നോട്ടം കൊള്ളൂല, അതിങ്ങനെ നോക്കിയാൽ മതി. ഇപ്പോൾ പടം കാണുമ്പോൾ ഞാൻ ചെയ്യണമെന്ന് കാണുമ്പോൾ വിചാരിക്കും, ഇതിങ്ങനെ ചെയ്യേണ്ടായിരുന്നല്ലോ. അപ്പം ഞാൻ മറ്റേ കൂടെ എടുത്ത് ചെയ്യണം, കൊള്ളൂലല്ലോ. അപ്പം പറഞ്ഞാൽ കുഴപ്പമൊന്നുമില്ലടാ, അപ്പോൾ എന്നാലും മാറ്റം. നമ്മൾ എന്ത് ചെയ്താലും നമ്മൾ അത് ഹാപ്പി അല്ല എന്നുള്ള സത്യം. അത് എനിക്ക് തോന്നുന്നു ഓൾമോസ്റ്റ് എല്ലാവർക്കും പടം കാണും. പക്ഷേ ഞാൻ അവിടെ അങ്ങനെ ചിരിക്കണ്ടായിരുന്നു, ഞാൻ വേറെ സാധനം ഇട്ടാൽ മതി എന്നൊക്കെ നമ്മൾ ചിന്തിക്കും. അതേപോലെയാണ് നമുക്ക്. ഞാൻ ഏത് റോൾ ചെയ്യുമ്പോഴും ഞാൻ ഡയറക്ടർ ഓക്കെ ആണെങ്കിൽ ഞാൻ ഓക്കെയാണ്. എല്ലാ പടത്തിലും എനിക്ക് കുറച്ചും കൂടി ചെയ്യാമെന്ന് തോന്നാറുണ്ട്. അപ്പം ഈ പണ്ടൊരു ഡയറക്ടറിന്റെ ഒരു അനുഭവം ഷെയർ ചെയ്തിട്ടുണ്ട്. അത് വേണ്ട, അതിന് പറഞ്ഞാൽ വള്ളിയാവും. വേറെ പറഞ്ഞു ഇനി നിൽക്കാനുള്ളതാണ്. അതെ അതെ, അതിന് പറഞ്ഞാൽ മറ്റേ ഇതാവും. അപ്പോൾ ഇപ്പം ഓൺഗോയിങ് പ്രോജക്ട്സോ എന്തെങ്കിലും ഇനി ഇറങ്ങാനുള്ള ഇറങ്ങാനുള്ളത് മീശ എന്ന് പറഞ്ഞ പടം ഇറങ്ങാനുണ്ട്. അതോടെ വികൃതി എന്ന് പറഞ്ഞ പടത്തിന്റെ ഡയറക്ടറാണ്. അതിൽ ലീഡ് ചെയ്യുന്നത് കതിറാണ്, കതിർ ഹക്കീം സുദീഖോപ്പ. അപ്പം ഞാൻ ഒരു ക്യാരക്ടർ ചെയ്യുന്നുണ്ട്. ഇതാണിപ്പോൾ റീസെൻ്റ്ലി ഇറങ്ങാനുള്ളത്, അടുത്ത മാസം റിലീസുണ്ട്. പിന്നെ ഇന്നസെൻ്റ് എന്ന് പറഞ്ഞ പടമുണ്ട്. അതൊരു ക്യാമിയോ റോൾ പരിപാടിയാണ്. കുറച്ചിങ്ങനെ വന്ന് ശരി ഫണ്ണൊക്കെ ആക്കിയിട്ട് പോകുന്ന പരിപാടി. അനാർക്കലിയും അൽത്താഫുമാണ് ലീഡ്. പിന്നെ ഈ രണ്ടോടെ പറയുന്നത്. പിന്നെ സുദീഖോപ്പി ഞാൻ കൊണ്ടൊരു പടം റീസെൻ്റ്ലി കഴിഞ്ഞു, ഷൂട്ട് കഴിഞ്ഞു. അത് റിലീസ് പ്ലാൻ ചെയ്തില്ല, ഇപ്പോൾ റീസെൻ്റ്ലി കഴിഞ്ഞുള്ളൂ. പക്ഷെ പേരിട്ടിട്ടില്ല, അതും റിലീസുണ്ട്. അതാണ് 3 ഇപ്പം ഇറങ്ങാനുള്ളത്. ഷൂട്ട് തുടങ്ങാൻ വേണ്ടി കുറച്ച് പടങ്ങൾ ലൈനപ്പിൽ ഉണ്ട്. ബാക്ക് ടു കോണ്ടന്റ് ക്രിയേഷൻ അതില്ല, ഇല്ല. അത് നമ്മൾ ഇത്രയുള്ളൂ. സിനിമ ചെയ്യാൻ വേണ്ടിയിട്ടാണല്ലോ നമ്മൾ ഷോർട്ട് ഫിലിം ചെയ്തത്. പിന്നെ സിനിമ ചെയ്യണമെന്നാണ് ആഗ്രഹം. പക്ഷേ നല്ല ഷോർട്ട് ഫിലിംസ് വന്നാൽ ഞാൻ ചെയ്യും. നല്ല ഷോർട്ട് ഫിലിംസ്, അപ്പോൾ ഒരു അടിപൊളി ഷോർട്ട് ഫിലിം, സിനിമാറ്റിക് ഷോർട്ട് ഫിലിം വന്നു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ചെയ്യാം. ട്രീസ അതേപോലത്തെ അത് നമ്മുടെ അത് വേറൊരു ടൈപ്പ് കണ്ടന്റ് ആയിരുന്നല്ലോ. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് ഞാൻ ഇപ്പോൾ ഷോർട്ട് ഫിലിമിൽ ഞാൻ ഒരുപാട് റൊമാൻസ് ഒക്കെ ചെയ്തു. അപ്പോൾ ഇതാകുമ്പോൾ ഇച്ചിരി ഡിഫറെൻ്റ് ആയിട്ടുള്ള കണ്ടന്റ്, വേറൊരു മൂഡാണല്ലോ എന്ന് വെച്ചിട്ടാണ് ഞാനത് ചെയ്തത്. അപ്പം അങ്ങനത്തെ നല്ല നല്ല കണ്ടന്റ്സ് വന്ന ഷോർട്ട് ഫിലിംസ് ഇനിയും ചെയ്യും. അപ്പോൾ ഓഫ് കോഴ്സ് എല്ലാ ഡയറക്ടേഴ്സിനോടും വേണം, എന്നാലും ഒരു ഡ്രീം ഡയറക്ടർ പിന്നെ പ്രോജക്റ്റ് എനിക്ക് ചെയ്യണം അങ്ങനൊന്നുമില്ല. അല്ല ചേട്ടാ, എല്ലാവരും കൂടി വർക്ക് ചെയ്യണം എന്നാണ് എൻ്റെ ഏറ്റവും വലിയ ഡ്രീം ഡയറക്ടർ ഒന്നുമില്ല. ഡിപ്ലോമാറ്റിക് അല്ല, ഡ്രീം ഡയറക്ടർ ഒന്നുമില്ല. ഇപ്പൊ എനിക്ക് എന്റെ കൂട്ടുകാരന്മാരോട് വർക്ക് ചെയ്യണം എന്നാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം. എന്റെ ഫ്രണ്ട്സിന് എന്റെ കൂട്ടുകാരോട് നല്ല വലിയ പടങ്ങൾ ചെയ്യണം എന്നാണ് എൻ്റെ ആഗ്രഹം. ഇപ്പം ജിതിൻ്റെ കൂടെ വലിയൊരു പടം ചെയ്യണം, നഹാസിൻ്റെ കൂടെ ഒരു പടം ചെയ്യണം, അവർക്ക് കൂടെ പടങ്ങൾ ചെയ്യണം എന്നാണ് ഞാൻ ആഗ്രഹം. നല്ല നമ്മളൊരു ഫ്രണ്ട്ഷിപ്പിൽ ഒരു പടം ചെയ്യുന്നതിൻ്റെ സേഫ് ലാൻഡിങ് മാത്രമല്ല, നമ്മൾ അങ്ങനെ ഒരു പടം ചെയ്യുമ്പോൾ നമുക്കൊരു സാധനമാണ് നമ്മുടെ കൂട്ടുകാരൻ്റെ പടം. ആ ഒരു കിക്ക് നൈസാണ്. പിന്നെ എല്ലാവരോടും വർക്ക് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. എല്ലാ ഡയറക്ടേഴ്സിനും, കാരണം ഓരോ ഡയറക്ടേഴ്സിനോട് ചെയ്യുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ പഠിക്കാനും ചെയ്യാനും പറ്റുള്ളൂ. അപ്പം ഞാൻ ഓഫീസറിൻ്റെ കൂടി ജിത്തുചേട്ടൻ്റെ കൂടെ ചെയ്യുന്ന സമയത്ത് ജിത്തുചേട്ടൻ്റെ ഒരു ഗൈഡൻസ് വേറെ ആയിരിക്കും. അപ്പം നമുക്ക് അതിൽ അത് നമ്മുടെ പെർഫോമൻസിനെ ഭയങ്കരമായിട്ട് അത് ഇൻഫ്ലുവൻസ് ചെയ്യും. അപ്പോൾ നമുക്ക് പുതിയൊരു പരിപാടി കിട്ടും. ഇപ്പം രേഖയത്തിൽ ജോഫിനാണെങ്കിൽ ജോഫിൻ്റെ പരിപാടി വേറെയാണ്. അപ്പോൾ ജോഫിൻ അത് പറഞ്ഞുകൊണ്ട് നമുക്ക് ഇങ്ങനെ ചെയ്യാം. അപ്പം ഓരോ ഡയറക്ടേഴ്സിനോട് ചെയ്യുമ്പോൾ നമുക്ക് ഓരോരോ
സാധനങ്ങൾ കിട്ടും. അതൊരു ഭയങ്കര അടിപൊളി പരിപാടിയാണ്. അതുകൊണ്ട് എല്ലാവരോടും വർക്ക് ചെയ്യണമെന്നാണ് എൻ്റെ ഡ്രീം. ഇപ്പൊ ഡയറക്ടേഴ്സിനോട് വർക്ക് ചെയ്യുമ്പോൾ ഓരോ എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അങ്ങനെ ലൈഫിലേക്ക് എന്തെങ്കിലും എടുക്കാൻ പറ്റിയിട്ടുള്ള? ലൈഫിലേക്ക് അങ്ങനെ എടുക്കാനൊന്നുമില്ല. നമുക്ക് വെച്ചാൽ ഓരോ ഡയറക്ടേഴ്സിനോടുമ്പോൾ ഓരോ ക്യാരക്ടേഴ്സിനെ അവർ ഡിഫൈൻ ചെയ്ത് വെച്ച രീതി, പിന്നെ അവരത് പ്രസൻറ്റ് ചെയ്യുന്നത്, അത് പിന്നെ ഔട്ട് നമ്മൾ കാണുമ്പോൾ അത് ഓക്കെ ഇത് ഇങ്ങനെയായിരുന്നല്ലോ അവർ പ്ലാൻ ചെയ്തത് എന്നുള്ള സാധനം. അപ്പം അതൊക്കെ നമുക്കൊരു നല്ലൊരു പരിപാടിയായിട്ട് കിട്ടും. അത്രേ ഉള്ളൂ. ലൈഫിലേക്ക് നമുക്ക് എന്ത് കിട്ടാനാണ്? ലൈഫിലൊന്നുമില്ല. നമുക്ക് സിനിമയിൽ ഭയങ്കരമായിട്ടുള്ള ഓരോരുത്തരോട് വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര ഹെൽപ്ഫുൾ ആയിട്ട്. ഈ മൂവീസ് ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ടോ? സ്വന്തമല്ല, അങ്ങനെ ഭയങ്കര അങ്ങനെ ചില പടങ്ങളൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. ഇപ്പം ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട് ചില സിനിമകളെ കാണുമ്പോൾ നമുക്ക്. അങ്ങനെയാണ് ഇപ്പം എതിർനീച്ചൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തായിരുന്നു. ശിവരാത്രി എതിർനീച്ചൽ നൈസ് പടമല്ലേ. അപ്പം അതിലൊരു ഇച്ചിരി മോട്ടിവേഷൻ പരിപാടി. പിന്നെ ജേഴ്സി, നാനിയുടെ ജേഴ്സി. അപ്പം ഞാൻ മൊത്തത്തിലൊരു കൊമേഴ്ഷ്യൽ ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ പടങ്ങളൊക്കെ എനിക്ക് ഇൻഫ്ലുവൻസ് ചെയ്യാമല്ലോ. അതുകൊണ്ട് ക്വാളിറ്റി പടങ്ങളൊന്നും എനിക്കങ്ങനെ ഞാനങ്ങനെ പടങ്ങൾ പണ്ട് കാണാറില്ല. ഇനി ഇപ്പോഴാണ് ഞാൻ അങ്ങനത്തെ പടങ്ങൾ കാണാനും, കാരണം ഞാൻ അങ്ങനത്തെ പടം ചെയ്യുന്നതുകൊണ്ട് അങ്ങനത്തെ പടം ശ്രദ്ധിക്കാനും തുടങ്ങിയത്. അപ്പം അങ്ങനെയൊക്കെ ഇൻഫ്ലുവൻസ് ചെയ്യാറുണ്ട്. കാരണം മോസ്റ്റ്ലി എനിക്ക് മോട്ടിവേഷൻ പടങ്ങൾ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ സ്ക്രാച്ച് ടു ഹീറോ എന്ന് പറയുന്ന ഒരു പരിപാടികളല്ല. അപ്പം അങ്ങനത്തെ പടങ്ങൾ കാണുമ്പോൾ നമുക്ക് ഭയങ്കര ഓക്കെ കൊള്ളാം, അല്ലെങ്കിൽ ഇത് രസമുണ്ടാവും എന്നൊക്കെ തോന്നും. അതാ നമ്മുടെ ലൈഫിൽ നടന്ന സിനിമ ബേസിൽ ഇഷ്ടപ്പെടുന്നത് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നടന്ന എന്തെങ്കിലും ഒരു മൊമെന്റ് ആ സിനിമയെ കാണുമ്പോഴാണ് നമുക്ക് ഓക്കെ ഇത് കണ്ടോ, ഇത് നിന്നെ പോലെ ഉണ്ടല്ലോ, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ ആയിരുന്നല്ലോ എന്ന് തോന്നുമ്പോഴാണ് നമുക്കത് കണക്ട് ആവുക. അപ്പം അതിലത്തെ നായകൻ വിജയിക്കുമ്പോൾ നമ്മൾ വിജയിക്കും. അങ്ങനെയാണല്ലോ. കുഞ്ചാക്കോ ഓർ ആസിഫ് അലി? ഇതല്ലേ നേരത്തെ ചോദിച്ചേ? അത് ക്വസ്റ്റ്യൻ അല്ലേ, ഇത് റാപ്പിഡ് ഫയർ ഒറ്റ ആൻസർ. രണ്ടുപേരും. അല്ല അത് ഇല്ല. കുഞ്ചാക്കോ ഓർ ആസിഫ് അലി? രണ്ടുപേരും. ഇല്ല രണ്ടുപേരും. ഇല്ല, അങ്ങനെ പറയാൻ പാടില്ല. എനിക്ക് അടുത്ത ചാൻസ് കിട്ടൂല. ഫാൻ ഗേൾ DM ഓർ ഡയറക്ടേഴ്സ് കോംപ്ലിമെന്റ്? ഡയറക്ടേഴ്സ് കോംപ്ലിമെന്റ്. ശരി. കംഫർട്ട് ഫുഡ്? ബിരിയാണി. ഫുൾ ടൈം ബിരിയാണി? അങ്ങനെയല്ല, ഇഷ്ടമുള്ള ഫുഡ്. ഫുൾ ടൈം ചോറ്. കേരളത്തിൽ ഏറ്റവും നല്ല ബിരിയാണി കിട്ടണം അവിടെ? കോഴിക്കോട്. ഷോർട്ട് ഫിലിം ഓർ ബിഗ് സ്ക്രീൻ? രണ്ടും. റൊമാൻറ്റിക് ഓർ കോമിക്? രണ്ടും. നിങ്ങൾ ഭയങ്കര ഇത് ശരിയാവൂല, കട്ട് ചെയ്ത് കളയും. തീർന്നു കഴിഞ്ഞോ? അപ്പൊ ഇത്രയും നേരം നമ്മളോട് ഇരുന്ന് ക്ഷമയോടെ എല്ലാം ആൻസർ ചെയ്തതിന് ഒരുപാട് താങ്ക്സ്. സന്തോഷം. ആയിക്കോട്ടെ, കാണാം. ശരി.